ഭയങ്കര സന്തോഷമുണ്ട്. ഹേമ റിപ്പോർട്ട് പുറത്തു വന്നു, കുറച്ച് ലേറ്റായി, അതുമാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കുറച്ചും കൂടി മുമ്പേ വരാമായിരുന്നു, വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേ, അത്രേ ഉള്ളൂ. ഈ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ വലിയ തരത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും ചൂഷണം, അവരും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, ആരൊക്കെയാണ് പ്രതികരിക്കുന്നത് അവരാണ് നെഗറ്റീവായിട്ട്. നിങ്ങൾ മീഡിയക്കാരനെ കാണിക്കുന്നത് അതാണ് ഏറ്റവും. നമ്മൾ പ്രതികരിച്ച് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, ബിക്കോസ് ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത്. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെയും പിന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണുങ്ങളെയും ആണുങ്ങളുമായിട്ട് പറയാണ്. അപ്പം നമ്മളൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ അതൊരു വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണിച്ചിട്ടുണ്ട്, മീഡിയ ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി അല്ല, ഏത് മേഖലയിലും ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതാണ് ഇത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഇതൊരു ജസ്റ്റ് ബേബി സ്റ്റെപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാനിപ്പോൾ ഇതുവരെയ്ക്കും അറിഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, നടന്ന് വന്ന് ഒന്ന് ഓക്കെ ആയി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പോയി കഴിഞ്ഞിട്ടേ നടക്കണ്ടാവുള്ളൂ. ഇതിപ്പോ ഈ വർഷങ്ങളായിട്ട് ചലച്ചിത്ര മേഖല, സിനിമ മേഖലയിലുള്ള ഒരാളെന്ന നിലയിൽ സ്ത്രീകളുടെ അടക്കം യുവതികളുടെ, നടിമാരുടെ വാതിലിൽ വന്ന് മുട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ആളുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പറയാത്തത് ഇപ്പോഴല്ലേ ഈ ആൾക്കാരെല്ലാം, ഇപ്പോഴത്തെ തലമുറയല്ലേ കുറച്ചുകൂടി ഫൈറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനുള്ള സമയത്തെല്ലാം എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 4-5 കേസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, പക്ഷെ എനിക്ക് മോശമായ ഒരു അനുഭവം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് അറ്റ് ഓൾ. ബിക്കോസ് നോ പറയുന്ന സ്ഥലത്ത് നോ പറയുന്ന ഒരാളായതുകൊണ്ട്, ഇന്നല്ല സ്കൂൾ തൊട്ട്, ഞാൻ അനശ്വരം തൊട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ തന്നെയാണ്. സോ എൻ്റെ നിലപാട് എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഞാൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടി ബംഗാളിൽ നിന്ന് വന്നിട്ടും പറയാതെ ഇരുന്നു. അത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയണത്. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ആ കുട്ടി ഈ ഒരു ധൈര്യം എടുത്ത് ഇന്ന് മുന്നോട്ട് വന്നു. അതുകൊണ്ട് എന്താ പറയുക, കുറേ പെണ്ണുങ്ങളും സ്ത്രീകളെല്ലാം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറേയധികം ആളുകൾ മുമ്പോട്ട് വരുമ്പോഴും ഈ തെറ്റുകാരെന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ആളുകൾ അവർ വളരെ സുരക്ഷിതരായിട്ട് നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പല ഭാഗത്തുനിന്നും വരുന്നു. നിങ്ങൾ മീഡിയക്കാർ അവരെ സുരക്ഷിതരാക്കിയിട്ട് അവർക്കൊരു ഫീലിംഗ് കൊടുക്കൂ, കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാതെ. എൻ്റെ എത്രയോ കേസസിൽ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പൊതുവേദിയിൽ പ്രസവം നടത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മീഡിയാസ് ആഘോഷിച്ച ആൾക്കാരല്ലേ. അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അറിയോ, എനിക്കറിയാം ഞാനൊരു ഫീൽഡ് അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുമെന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തന്നൊരു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ വെരി വെരി ഹാപ്പി. ഞാൻ പറയുന്നത് എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ വരണം എന്നല്ല പറയുന്ന ഒരാളാണ്. ഭയങ്കര അത്ര മോശമായ ഒരു ഇൻഡസ്ട്രി അല്ല, പക്ഷേ അത് നമ്മളെങ്ങനെ അതിന് കൈകാര്യം ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്.